to be educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the new. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വ്ളോഗ്. ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, പ്രഗ്നൻ്റ് ആകുമ്പോൾ കിട്ടുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസും പ്രത്യേകിച്ച് ഉണ്ണി ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഡീറ്റെയിൽസ്, അതായത് വെയിറ്റ്, ഹൈറ്റ്, പിന്നെ അവർക്ക് വാക്സിൻ എടുക്കുന്നത് എന്നാണ്, വിറ്റാമിൻ കൊടുത്തത്, അതിൻ്റെ ഒക്കെ ഡേറ്റ്സ് എഴുതി വെക്കുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് കൊണ്ടിട്ട് ഞാനും ഇപ്പോഴത്തെ അച്ഛനും ഉണ്ണിയും കൂടിയിട്ട് ഉണ്ണിക്ക് 2.5 വയസ്സിന് വിറ്റാമിൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സാധാരണ ഹെൽത്തിലാണ് കൊടുക്കുക, പക്ഷേ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഹെൽത്തിൽ കുറേ രോഗമുള്ള ആളുകൾ വരുന്ന കാരണം അവരെന്ത് ചെയ്യും, അംഗനവാടിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലബിലോ ഒക്കെ ആയിട്ട് ഒരു ഡേറ്റ്, ഒരു ദിവസം വെച്ചിട്ട് അവിടേക്ക് എല്ലാവരും എത്തുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡോക്ടറും നഴ്സുമാരും ഒക്കെ വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ പുറത്തിരിക്കുകയാണ്, അകത്ത് വേറെ കുറേ കുഞ്ഞുണ്ണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 10 വയസ്സിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വരെ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. പാമ്പ് കടിക്കോ? എവിടെ? 10. അപ്പൊ 1 എവിടെ? 1. അവസാനം അവർ വിറ്റാമിൻ മാത്രമുള്ള കാരണം നമുക്ക് വേഗം പോരാനായിട്ട് പറ്റി. വാക്സിൻ ആയതും കുറച്ച് നേരമൊക്കെ കൂടെ ഇരിക്കേണ്ടി വന്നേനെ. മരുന്ന് കഴിച്ചോ കിട്ടിട്ടാ? ഇഷ്ടായ? ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. 5 മുതൽ 10 വരെ ഇവിടെയാണ് ഞാൻ പഠിച്ചത്. 4ാം ക്ലാസ് വരെ ഇതിൻ്റെ തന്നെ മടന്നുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ വേറെ കുഞ്ഞു സ്കൂളുണ്ട്, അവിടെയായിരുന്നു. ചേട്ടന്മാരും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ബാക്കിലുള്ള ബിൽഡിംഗ് ഇല്ലേ, അത് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം കൈരളി. ഇതിനും പണ്ട് വന്നിരുന്നത് ഈ കൈരളിക്കാണ്. സ്റ്റേഷനറി ആയിക്കോട്ടെ, ചെറിയ അല്ലറ ചില്ലറ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇവിടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു. ഈ ഒരു ഹെൽമെറ്റ് ഊരാനും ഇടാനും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്ക് അതിൻ്റെ ക്ലിപ്പ് ഊരിത്തരാനും ഇടാനും ആയിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നിന്ന് വാങ്ങി കൊണ്ടുപോവാണ്. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറക്കാനായിട്ട് കുറേ ശ്രമിച്ചു, പക്ഷെ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വക ഒരു ചെറിയ ഹെൽപ്പ് ചെയ്തിട്ട് അമ്മാമ്മയ്ക്ക് സാധനങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. ബബിൾസ് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ. അതിനിങ്ങനെ പ്രായം എന്നൊന്നുമില്ല, ചെറിയ ആൾക്കും വലിയ ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കും. അപ്പോൾ അവന് ഞാൻ കൊടുത്തു, കാരണം അത് പൊട്ടിച്ചവിടെ കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. സാധാ നമ്മളുടെ മുട്ടപ്പം, കടലക്കറി, കുറച്ച് മാങ്ങാച്ചാറും കൂട്ടിയിട്ട് പപ്പടം കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. ഇതിന് ശേഷം ഞാൻ ചെറുത് ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. ഇത് ഞാൻ ഡൈക്കട്ട് സ്മാർട്ട് എന്ന് പറയുന്ന ഓൺലൈനായിട്ടുള്ള സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ സാധനം വന്ന് ഞാൻ അഡ്രസ്സ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എവിടെ നിന്നാണ്, നമ്മുടെ സ്വന്തം ഇവിടെ അടുത്ത് തന്നെ വാടാനപ്പള്ളിയിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം.
ഇനി കുറച്ച് നേരം പഠിക്കാം അല്ലേ. പോയട്രി കഴിഞ്ഞിട്ട് ഞാൻ ദേ ഡ്രാമയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രാമ നമുക്ക് വായിച്ചാൽ കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ആ പ്ലേ നാടകമാണല്ലോ, അത് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മൈന്യൂട്ടായിട്ട് നമുക്ക് ഡ്രാമയിൽ വായിക്കുമ്പോഴേക്കാട്ടും അത് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് പോലെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവിടെ ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ചോക്ലേറ്റ് ബ്രേക്ക് എടുത്തേക്കാണ്. അപ്പോൾ എൻ്റെ ഒരു കഷ്ണം നിലത്ത് വീണപ്പോൾ അതേന ഉറുമ്പ് വന്നു. അവൻ അതെന്ത് ചെയ്യാൻ പോവാന്ന് നോക്കാൻ കുറച്ച് നേരം ഞാൻ ഇരുന്നു. പിന്നെ ഞാനത് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. നല്ല സൂപ്പർ ഡ്രാമയായിരുന്നു കേട്ടോ. ഈ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടുള്ളത് ലേഡി ആയിട്ട് അഭിനയിച്ചത് ഒരു മെയിൽ ആക്ടറാണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കി എല്ലാവരും ആക്ടേഴ്സും സൂപ്പറായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രാമയാണ്. അതിനുശേഷം താഴെ ഞാൻ വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇങ്ങനെ കണ്ടോ, മായുന്ന സ്ലേറ്റാണ് സംഭവം. ഇതൊരു മാഗ്നറ്റിൻ്റെ ആണ് വരയ്ക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അച്ചു പോലെ അവിടെ ട്രയാങ്കിൾ റൗണ്ട് ലവ് ഷേപ്പിൽ അവിടെ അതിൻ്റെ അച്ചു പോലെ ഉണ്ട്. അത് ഇതിലില്ല, പക്ഷെ അത് നല്ല പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ഇവന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ആയുസ് ഉണ്ടാവാറുള്ളൂ, പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവനതിൽ വരയ്ക്കാനും അതിങ്ങനെ മായ്ക്കാനും ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എക്സിബിഷന് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരെണ്ണം വാങ്ങിക്കൊണ്ടുണ്ടെങ്കിൽ. That's it everyone. I will see you in the next video. Bye. Take care.